നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിയിരിക്കുന്നു ഡൽഹി ജനത. 5 മണിവരെ 57.78% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്ന ഔദ്യോഗിക കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. അല്പസമയത്തിനകം പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത വരും എന്നാണ് നമ്മൾ കരുതുന്നത്. ഒപ്പം തന്നെ രാജ്യം കാത്തിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം അറിയാനാണ്. ശനിയാഴ്ച വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നു. വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞതോടുകൂടി തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് മുന്നണികൾ കടക്കുന്നുണ്ട്. പ്രേക്ഷകർക്കറിയാം, ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന ഇടമാണ്. ആം ആദ്മി പാർട്ടി വീണ്ടും ഭരണത്തിലേക്ക് എത്തുമോ, അതോ BJPയുടെ ഭാഗത്ത് നിന്ന് ആം ആദ്മി പാർട്ടിയെ താഴെ ഇറക്കുന്ന നിർണായകമായ ഒരു ഫലം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ രാജ്യം ഉറ്റുനോക്കുകയാണ്. 70 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 70 സീറ്റുകളിലേക്കെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം. രാജ്യതലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതും രാജ്യം കാത്തിരിക്കുകയാണ്. വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാത്തിരിക്കുകയാണ് രാജ്യം. സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ വിജയകുമാർ? റിജിത്ത്, ആദ്യ എന്താണ് എക്സിറ്റ് പോൾ ഫലസൂചനകൾ ഇപ്പോൾ മെട്രിസെ ABPക്ക് വേണ്ടിയാണ്. മെട്രിസെ ABP സർവേയുടെ സൂചനയാണ് വന്നിരിക്കുന്നത്. അതിൽ BJPക്ക് നേരിയ മുൻതൂക്കമാണ് അവർ കൽപ്പിക്കുന്നത്. BJPക്ക് ഏതാണ്ട് 35 മുതൽ 40 സീറ്റ് വരെ കിട്ടാം എന്നാണ് മെട്രിസെ പറയുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 വരെയും കോൺഗ്രസിന് 0 മുതൽ 1 സീറ്റ് വരെയും എന്നതാണ് മെട്രിസയുടെ ആദ്യ എക്സിറ്റ് പോൾ കണക്കതാണ്. അതായത് BJP അതിശക്തമായ തിരിച്ചുവരവോടെ നടത്തുന്നു എന്നതാണ് മെട്രിസെ പറയുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 8 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത്തരമൊരു സാഹചര്യമല്ല എന്നതാണ് ഇതുവരെ വന്ന ചില അഭിപ്രായ സർവേകൾ, തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന അഭിപ്രായ സർവേകൾ, പ്രീ പോൾ സർവേ വ്യക്തമാക്കിയത്. ഏതാണ്ട് അതിന് സമാനമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആദ്യ ഫലവും വരുന്നത്. മെട്രിസെ പറയുന്നത് BJP 35 മുതൽ 40 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊട്ടു പിന്നാൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നതാണ്. 32 മുതൽ 37 വരെ ആം ആദ്മി പാർട്ടി നേടി അവർക്കും അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കോൺഗ്രസിന് വേണമെങ്കിൽ 1 സീറ്റ് വരെ ലഭിക്കാം എന്ന് പറയുന്നു. 1 സീറ്റ് കിട്ടിയാൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നേട്ടം എന്നതാണ് പൊതുവായ വിലയിരുത്തൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നടക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. BJP ആം ആദ്മി പാർട്ടി ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് എന്ന് പറയാം. ആ നിലയിലുള്ള കണക്കാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ ഏതാണ്ട് 60-62% വരെ വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നതാണ്. ഫൈനൽ കണക്ക് വന്നിട്ടില്ല, ഫൈനൽ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കഴിഞ്ഞ തവണ ഏതാണ്ട് 63% വോട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തവണയും അതിന് സമാനമാണ്, ഏതാണ്ട് അത്രയും ടേൺ ഔട്ട് ഉണ്ടാകുമെന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ്, പക്ഷേ ഫലസൂചനകളിലേക്ക് വരുമ്പോൾ അവിടെ BJPക്കും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന സൂചനയാണ്. ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇതുവരെ പുറത്തു വന്നത്, അത് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. അവിടെ P മാർക്ക് പറയുന്നതും അത് തന്നെയാണ്. BJP 39-49, BJP കേവല ഭൂരിപക്ഷം നേടും എന്ന് പറയുന്നു. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 പോകും എന്ന് പറയുന്നു. കോൺഗ്രസിന് മറ്റുള്ളവർക്കും സീറ്റില്ല. അതായത് BJPയുടെ ഒരു വലിയ മുന്നേറ്റമാണ് P മാർക്ക് പറയുന്നത്. റിപ്പബ്ലിക് TVക്ക് വേണ്ടിയാണ് റിപ്പബ്ലിക് P മാർക്ക് എക്സിറ്റ് പോൾ. അത് 39 മുതൽ 49 വരെ, 39-49, അതാണ് P മാർക്കിന്റെ എക്സിറ്റ് പോൾ കണക്ക് പറയുന്നത്. 39-49, അത് ഏതാണ്ട് ഒരു വലിയ മുന്നേറ്റമാണ് BJPക്ക് അവിടെ P മാർക്ക് പ്രവചിക്കുന്നത്. 45%, 45% വോട്ടോടെ അവിടെ BJP അത്രയും വോട്ടുകൾ അവിടെ നേടുമെന്നതാണ് P മാർക്കിന്റെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അവിടെ ആം ആദ്മി പാർട്ടി 42% വോട്ടായി ചുരുങ്ങും. ഏതാണ്ട് 50-55%, 60%-ത്തോളം വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടിയതാണ് ആം ആദ്മി പാർട്ടി. വലിയ തിരിച്ചടി അവർക്കുണ്ടാകുമെന്നതാണ് ആ സർവേ വ്യക്തമാക്കുന്നത്. അവിടെ 37 മുതൽ 43% വരെ വോട്ടോടെ BJP അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. അവിടെ ആ സർവേ പറയുന്നത് ടൈംസ് നൗവിന്റെ പോൾ ഓഫ് പോൾ ആണ്. അവിടെ ആം ആദ്മി പാർട്ടി 27 മുതൽ 34 അവർ ചുരുങ്ങുമെന്ന് പറയുന്നു. അതായത് ഇതുവരെ വന്ന എക്സിറ്റ് പോളുകൾ ആകെ വ്യക്തമാക്കുന്നത് BJPയുടെ തിരിച്ചുവരവ് ഡൽഹിയിൽ ഉണ്ടാകുമെന്നതാണ്. ഓർക്കണം, ഇത് എക്സിറ്റ് പോളുകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പാളിയതാണ്, ഹരിയാനയിൽ അമ്പെ പാളിയതാണ്, മഹാരാഷ്ട്രയിൽ പാളിയതാണ്. അപ്പോൾ അതിനു മുമ്പ് നടന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഒക്കെ ആ എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ട ചരിത്രമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും വോട്ടെടുപ്പ് ദിവസത്തെ ഒരു കൗതുകം എന്ന നിലയിൽ മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിനെ കാണുക എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ആ വോട്ടെടുപ്പ് ദിവസത്തെ ഒരു കൗതുകം എന്ന നിലയിൽ അതിനെ കാണാം. പോൾ ഓഫ് പോളിൽ BJP 39-49, ആം ആദ്മി പാർട്ടി 21-31,
അത് അതായത് ഇപ്പോൾ വരുന്നത് ടുഡേയ്സ് ചാണക്യ പറയുന്നത് 39 മുതൽ 44 വരെ സീറ്റുകൾ BJP നേടി അധികാരത്തിൽ വരും. 25-28 ആം ആദ്മി പാർട്ടി എന്നത് പറയുന്നു. അതായത് നമ്മൾ ഓർക്കേണ്ടത് ഇതുവരെ വന്ന എല്ലാ സർവേകളും BJP അബ്സല്യൂട്ട് മെജോറിറ്റി കേവല ഭൂരിപക്ഷം നേടി അവിടെ അധികാരത്തിലേക്ക് വരുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സിറ്റ് പോളിന് കൂടുതൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കണമെന്ന ആ പഴയ ട്രെൻഡ് നേരത്തെ ആ ട്രെൻഡിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കഴിയില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എക്സിറ്റ് പോളുകളുടെ വിശ്വാസത്തെ ആകെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് നടന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, പിന്നീട് ഹരിയാന, ഇപ്പോൾ മഹാരാഷ്ട്രയൊക്കെ നോക്കുമ്പോഴും എക്സിറ്റ് പോളുകൾ വലിയ റിസൾട്ടിൽ നിന്ന് വളരെ ദൂരം പാലിച്ചു പോയ ചരിത്രം നമ്മളുടെ മുന്നിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരു കൗതുകം എന്ന നിലയിൽ ഇതിനെ കണക്കാക്കിയാൽ BJP ഡൽഹിയിൽ അധികാരത്തിലേക്ക് വരുന്നു എന്നതാണ് എക്സിറ്റ് പോളുകൾ ആകെ പറഞ്ഞിട്ടുള്ളത്. 35 മുതൽ 45 വരെ എന്നതാണ് എക്സിറ്റ് പോളുകളുടെ BJPയുടെ സീറ്റ് നില. ഏതാണ്ട് 28 മുതൽ 37 എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടിയുടെ ഫലസൂചനകൾ എക്സിറ്റ് പോൾ പറയുന്നത്. കോൺഗ്രസിന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയിലേക്ക് പോകേണ്ട ചില വോട്ട് അവിടെ കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് വരുന്നതിൻ്റെ അഡ്വാൻറ്റേജ് BJPക്ക് അവിടെ ഉണ്ടാകാം. എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് കാര്യമായ നേട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ച കണക്കുകളാകെ വ്യക്തമാക്കുന്നത്. മെട്രിക്സ് ആദ്യം തന്നെ പറഞ്ഞത് 39 മുതൽ 44ലേക്ക് BJPയുടെ സീറ്റ് വരും. ഓർക്കണം, 8 എന്നതിൽ നിന്നാണ് BJP ഈ പറയുന്ന 39-40ലേക്കൊക്കെ അവരുടെ നില ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് വലിയ നേട്ടമാണത്. കാരണം ഡൽഹിയിൽ 70 സീറ്റേ ഉള്ളൂ. പക്ഷേ 70 സീറ്റേ ഉള്ളൂ എങ്കിലും രാജ്യ തലസ്ഥാനം ഉൾപ്പെടുന്ന ഒരു മിഡിൽ ക്ലാസ് മേധാവിത്വമുള്ള മിഡിൽ ക്ലാസ് ഡോമിനേറ്റഡ് ആയ ഒരു സംസ്ഥാനം. അവിടെ അധികാരത്തിൽ നിന്ന് ഏതാണ്ട് 2.5 പതിറ്റാണ്ടായി 20-23 വർഷമായി BJP പടിക്ക് പുറത്താണ്. അങ്ങനെ തുടർച്ചയായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് BJP തിരിച്ചു വരുന്നു എന്നത് BJPയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു ഘടകമാണ്. ഈ എക്സിറ്റ് പോള് അതേ നിലയിൽ ഫലിച്ചാൽ, പക്ഷേ അതല്ല, വീണ്ടും തിരിച്ച് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അത് കനത്ത തിരിച്ചടിയുമാണ്. അവരുടെ ഡൽഹിയിൽ അധികാരത്തിൽ വരിക എന്നത് കൊണ്ടുപിടിച്ച ശ്രമം, ബജറ്റിലെ മിഡിൽ ക്ലാസിന് അനുകൂലമായ പദ്ധതികൾ, തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് ദിവസം കുംഭമേളയിലേക്ക് പോയി നരേന്ദ്രമോദിയുടെ സ്നാനം, അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതൊക്കെ ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. വലിയ അഴിമതി ആരോപണം ആം ആദ്മി സർക്കാരിനെതിരെ BJP ഉയർത്തി. കെജ്രിവാളിൻ്റെ വീട് മോടി പിടിപ്പിക്കൽ അടക്കം, മദ്യനയ അഴിമതി അടക്കം ഉയർത്തി. നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയും രാജ്നാഥ് സിംഗും അടങ്ങുന്ന വലിയ സംഘം ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയാണ്. അപ്പോൾ അത് ഫലം കണ്ടില്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും. തന്നെയുമല്ല, ഡൽഹിയിലേത് ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് BJP അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടുകക്ഷി സർക്കാരിൽ BJPക്ക് മേൽ ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളാകെ ഒരു റാലിയായി BJPക്ക് വേണ്ടതുണ്ട്. അവിടെ ഹരിയാനയിൽ അത് സംഭവിച്ചു, മഹാരാഷ്ട്രയിൽ അത് സംഭവിച്ചു, ഡൽഹിയിൽ കൂടി അത് സംഭവിച്ചാൽ BJPയെ സംബന്ധിച്ച് നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ കുറെ കൂടി ആത്മവിശ്വാസത്തോടെ പ്രധാനമന്ത്രി കസേരയിൽ ഉറച്ചിരിക്കുന്നതിന് ആ ഫലം ഗുണം ചെയ്യും. പിന്നീടുള്ളത് ബീഹാറാണ് വരാനിരിക്കുന്നത്. ബീഹാറിലും BJP ആത്മവിശ്വാസം ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന ഫലസൂചനകൾ BJP ഏതാണ്ട് 40-45% വോട്ടോടെ ഡൽഹിയിലെ അധികാരത്തിലേക്ക് തിരികെ വരുന്നു എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസത്തെ ഒരു രാഷ്ട്രീയ കൗതുകം എന്ന നിലയിൽ മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ എക്സിറ്റ് പോളിനെ കാണുക. എക്സിറ്റ് പോൾ ഇസ് നോട്ട് ഒരു എക്സാക്ട് പോൾ അല്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. എക്സിറ്റ് പോൾ എക്സാക്ട് പോളിൻ്റെ റിസൾട്ട് അല്ല, അത് ശനിയാഴ്ച മാത്രമേ വരൂ. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ദിവസത്തെ ഒരു രാഷ്ട്രീയ കൗതുകമാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതിൽ അനാലിസിസിൻ്റെ സാധ്യതയുണ്ട്. ആ സാധ്യത ഉപയോഗിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളൊക്കെ BJPയുടെ ഒരു മുന്നേറ്റം, BJP ഡൽഹിയിൽ ഏതാണ്ട് 2-2.5 പതിറ്റാണ്ടിന് ശേഷം അധികാരത്തിലേക്ക് തിരികെ വരുന്നു എന്ന സൂചനയാണല്ലോ നൽകുന്നത്. എന്താണ് ഡൽഹിയുടെ ഒരു പൾസ് ഈ ദിവസങ്ങളിൽ കണ്ടത്, വോട്ടെടുപ്പ് ദിവസം കണ്ടത്? ഇതാ നമ്മൾ ഈ സംസാരിക്കുന്ന വൈകുന്നേരം 6 മണി 6:30ക്ക് ശേഷം കാണുന്നത്. ബൽറാം. വിജയകുമാർ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 4 എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളാണ്. ഈ 4 എണ്ണവും BJPക്ക് കൃത്യമായ മുൻതൂക്കം തന്നെ പ്രവചിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതിൽ മെട്രിക്സ് ABP ന്യൂസിന്റെ സർവേ BJPക്ക് 40 സീറ്റ് വരെ, 35 മുതൽ 40 സീറ്റ് വരെ, ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റ് വരെയും, കോൺഗ്രസിന് 0 മുതൽ 1 സീറ്റ് വരെയും എന്നുള്ളതാണ്. അതിൽ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വോട്ട് ശതമാനത്തിലെ വ്യത്യാസം 2% മെട്രിക്സിന്റെ സർവേ സൂചിപ്പിക്കുന്നത്.
JVC എക്സിറ്റ് പോളിൽ BJPക്ക് 39 മുതൽ 45 സീറ്റുകൾ വരെയും ആം ആദ്മിക്ക് 22 മുതൽ 31 വരെയും കോൺഗ്രസിന് 2 സീറ്റ് വരെയുമാണ് പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസ് 51 മുതൽ 60 സീറ്റുകൾ വരെ BJPക്ക് പ്രവചിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് ആകട്ടെ 10 മുതൽ 19 സീറ്റുകൾ വരെയാണ് പീപ്പിൾസ് പൾസ് സർവേ പ്രവചിക്കുന്നത്. PMark ആകട്ടെ BJPക്ക് 39 മുതൽ 49 സീറ്റ് വരെ വിജയം ഉറപ്പ് എന്ന നിലയിലാണ് പ്രവചനം. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് 21 മുതൽ 31 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഏറെ മുന്നിലായിരുന്നു BJP എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും BJPയുടെ പ്രചരണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം തുടങ്ങിയതല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ BJP ആം ആദ്മി പാർട്ടിക്കെതിരെ കെജ്രിവാളിനെ ലക്ഷ്യമാക്കി പ്രചരണം നടത്തുന്നുണ്ട്. അത് കെജ്രിവാളിന്റെ വീട് മോടി പിടിപ്പിക്കലും കെജ്രിവാൾ മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് പാലിക്കുന്നില്ല എന്നതും ഒപ്പം തന്നെ കഴിഞ്ഞ ഡൽഹി MCD തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം മുതൽ ഇങ്ങോട്ട് കെജ്രിവാളിനെയും കെജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതിയും പ്രധാന പ്രചരണ വിഷയമാക്കി തെരുവിൽ തന്നെ BJP പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം കെജ്രിവാളിന്റെ വോട്ട് ബാങ്ക് എന്നുള്ളത് ഡൽഹിയിൽ സ്ത്രീകളാണ്. ആ ഒരു വോട്ട് ബാങ്കിന് കാര്യമായ ഇളക്കം ഇത്തവണയും തട്ടിയിട്ടില്ല എന്ന ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നു. അതിൽ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം പോലും മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ 44-45 സീറ്റ് വരെ തങ്ങൾക്ക് ഉറപ്പാണ് എന്നാണ്. അതിൽ കുറയില്ല, ഒട്ടും കൂടിയാൽ മാത്രമേ ഉള്ളൂ എന്നാണ്. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിലടക്കം ഇപ്പോൾ ചില ആം ആദ്മി പാർട്ടി നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ട്. ന്യൂഡൽഹിയിൽ പോലും അരവിന്ദ് കെജ്രിവാളിന് അവസാനത്തെ കണക്കെടുപ്പിൽ 5000-ന്റെ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അതിഷി അവിടെ കടുത്ത പോരാട്ടം നേരിടുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ എന്ന് നമുക്ക് പറയാവുന്ന, ഈ ഘട്ടത്തിൽ പറയാവുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കടുത്ത മത്സരം അവരവരുടെ മണ്ഡലങ്ങളിൽ നേരിടുന്നു എന്നത് തന്നെ ആം ആദ്മി പാർട്ടി BJP ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതിൻ്റെ സൂചനയായി അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. അതുതന്നെയാണോ ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ അത്തരം രാഷ്ട്രീയ യാഥാർത്ഥ്യം ഡൽഹിയിൽ പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണല്ലേ പ്രചാരണ ഘട്ടത്തിൽ? തീർച്ചയായും വിജയകുമാർ, കാരണം ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു BJP സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. ഇത്തവണ പ്രത്യേകിച്ചും മുതിർന്ന സ്ഥാനാർത്ഥികളെ, പ്രാദേശികമായി ബന്ധമുള്ള വോട്ട് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെയാണ് BJP ഈ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ നിയോഗിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സാന്നിധ്യവും ഇത്തവണ എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിൽ തഴയപ്പെട്ട നിലയിലായിരുന്നുവെങ്കിൽ പ്രചരണത്തിലും കോൺഗ്രസ് ഗ്രൗണ്ടിൽ കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെ തന്നെ രംഗത്തിറക്കി തുടങ്ങിയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് ഈ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്നുള്ളത് കോൺഗ്രസിൽ നിന്നും ചോർന്ന വോട്ടുകൾ തന്നെയാണ്. ഇതിൽ കോൺഗ്രസ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഗുണം ലഭിക്കുക അവസാന ഘട്ടത്തിൽ BJPക്ക് ആയിരിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെ നിയോഗിച്ചത് മുതൽ മറ്റ് പല ഫാക്ടറുകളിലും അത് ഇത്തവണ അനുകൂലമാകും എന്ന ഒരു കണക്കുകൂട്ടൽ BJPക്ക് ഉണ്ട്. അരവിന്ദ് കെജ്രിവാൾ കടുത്ത മത്സരം ഡൽഹിയിൽ നേരിടുന്നുണ്ട് BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മയിൽ നിന്ന് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആം ആദ്മി പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട്. കെജ്രിവാൾ ഇത്തവണ പരാജയപ്പെടുത്തും എന്ന പ്രഖ്യാപനം വരെ BJP നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ അതിഷിയായാലും ഒപ്പം തന്നെ മനീഷ് സിസോദിയ ആയാലും കടുത്ത മത്സരം ഇത്തവണ നേരിടുന്നു. ഇവരുടെ എല്ലാം പ്രതിച്ഛായ തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം വലിയ സ്ഥാനാർത്ഥികളെ ഇവർക്കെതിരെ നിയോഗിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സാഹചര്യം എന്നുള്ളത് 2020 നിന്നും വ്യത്യസ്തമായി ഇത്തവണ പ്രചരണ രംഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് 2020 ആയിരുന്നു ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത തോതിൽ വർഗീയ ധ്രുവീകരണ പ്രചരണ രംഗത്ത് കണ്ട ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതിൽ കെജ്രിവാളും സമാനമായ തന്ത്രം തന്നെ BJPയുടെ പ്രചരണത്തിനെതിരെ കഴിഞ്ഞ തവണ പുറത്തെടുത്തിരുന്നു. ഒപ്പം തന്നെ CAA-യുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ ഡൽഹിയിൽ അരങ്ങേറുന്ന ഘട്ടത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. കടുത്ത തോതിൽ ധ്രുവീകരണമുണ്ടായ ഘട്ടത്തിൽ വലിയ വിജയം ആം ആദ്മി പാർട്ടിക്ക് നേടാനാകി. അതിലൊരു പ്രത്യേക സാഹചര്യം എന്നുള്ളത് ബൽറാമിലേക്ക് വരാം, ഞാൻ വേഗത്തിൽ വരാം. ഇപ്പോൾ വന്ന ചില പുതിയ ഏജൻസികളുടെ കണക്കുകൾ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഏജൻസികൾ ആകെ ഡൽഹിയിലെ
ഒരുപക്ഷെ എക്സിറ്റ് പോളിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഇതിനോടകം വന്ന നേരത്തെ ബൽറാം സൂചിപ്പിച്ച നമ്മൾ നൽകുന്നതിനപ്പുറത്തേക്ക് ചില കണക്കുകൾ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ മെട്രിസൈസ് ആണ്. മറ്റൊന്ന് JVC പറയുന്നത് ആം ആദ്മി പാർട്ടി 32 മുതൽ 37 വരെയും BJP 35 മുതൽ 40 വരെയും എന്നതാണ്. പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത് BJP 40 മുതൽ 44 വരെ, ആം ആദ്മി പാർട്ടി 25 മുതൽ 29 വരെ, അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് പറയുന്നുണ്ട്. ചാണക്യ സ്ട്രാറ്റജി പറയുന്നത് BJP 39 മുതൽ 44 വരെയും ആം ആദ്മി പാർട്ടി 25 മുതൽ 28 വരെയും എന്നതാണ്. പീപ്പിൾസ് പൾസ് പറയുന്നത് അവിടെയാണ് എനിക്ക് തോന്നുന്നത് ആം ആദ്മി പാർട്ടി ഏതാണ്ട് ഒരു തകർന്നടിയും എന്ന കണക്ക് അവരുടെ പക്കലാണുള്ളത്. 10 മുതൽ 19 വരെ സീറ്റുകൾ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് കിട്ടൂ എന്നാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. 51 മുതൽ 60 സീറ്റ് വരെയാണ് അവിടെ BJPക്ക് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി. അവിടെ ആകെ 70 സീറ്റാണുള്ളത്, അതിൽ 60 സീറ്റ് വരെ BJP നേടും എന്ന് പറയുകയാണ് പീപ്പിൾസ് പൾസ്. അത് അതിൻ്റെ അത്തരമൊരു ട്രെൻഡ് അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എം മാർക്ക് പറയുന്നത് പി മാർക്ക് പറയുന്നത് 21 മുതൽ 31 വരെ സീറ്റുകളോടെ ആം ആദ്മി പാർട്ടി അവരുടെ നില മോശമാണ് എങ്കിൽ പോലും അവർ വലിയ തിരിച്ചടി നേരിടുന്നത്. പക്ഷേ അവിടെ 39 മുതൽ 49 സീറ്റുകളോടെ BJP അധികാരത്തിലേക്ക് വരും എന്നാണ് പി മാർക്ക് പറയുന്നത്. ഒരു ഒട്ടുമിക്ക ഇപ്പോൾ ഇതുവരെ വന്ന നമ്മളുടെ കയ്യിലുള്ള ഏതാണ്ട് ഒരു 10 ഏജൻസികളോളം അതിൻ്റെ തന്നെ കണക്കിലുണ്ട്. അതിൽ മുഴുവൻ BJP അവിടെ അധികാരത്തിലേക്ക് വരും എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. അതിൽ ചാണക്യ സ്ട്രാറ്റജി മാത്രം കോൺഗ്രസിന് 2 മുതൽ 3 സീറ്റ് വരെ പറയുന്നുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് 3 സീറ്റൊക്കെ കിട്ടിയാൽ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ഡൽഹിയിൽ അതൊരു നേട്ടം തന്നെയാണ്. ഒരു സീറ്റ് ഒട്ടുമിക്ക സർവേ 0 to 1 ആണ് മിക്ക സർവേകളും പറയുന്നത്. പീപ്പിൾസ് ഇൻസൈറ്റ് ഒരു സീറ്റ് പറയുന്നുണ്ട്. ബാക്കി ഇപ്പോൾ ചാണക്യ സ്ട്രാറ്റജിയാണ് 2 മുതൽ 3 സീറ്റ് വരെ പറയുന്നത്. അങ്ങനെ കോൺഗ്രസിന് എന്തെങ്കിലും ചില കാര്യങ്ങൾ, ചില സീറ്റുകൾ അവിടെ കിട്ടാൻ ഉള്ളതായി പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പീപ്പിൾസ് പൾസ് പോലെയുള്ള ചില ഏജൻസികളുടെ കണക്കിലാണ് BJP 60 സീറ്റ് 51 മുതൽ 60 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് BJPക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ BJPക്ക് അനുകൂലമാണ് എന്നതാണ് ഇതുവരെ വന്ന എക്സിറ്റ് പോളുകൾ ആകെ വ്യക്തമാക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസത്തെ കൗതുകം എന്നതിനപ്പുറത്തേക്ക് ഇതിന് മറ്റു രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് കാരണം മറ്റൊന്നുമല്ല, എക്സിറ്റ് പോളുകൾ അമ്പെ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മളുടെ മുന്നിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പരിശോധിച്ചാലുണ്ട്. അത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഹരിയാന, പിന്നീട് നടന്ന മഹാരാഷ്ട്ര. അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ഒരു റാലി നോക്കിയാൽ അവിടെയൊക്കെ എക്സിറ്റ് പോളുകൾ ഒരു ഫലസൂചനകൾ പോലും നൽകിയില്ല പലയിടത്തും എന്ന് നമുക്കറിയാം. ഇപ്പോൾ വന്ന കണക്കിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ എന്നത് ശനിയാഴ്ച കൗണ്ടിങ്ങിൻ്റെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ. ഒരു കാര്യം ഉറപ്പാണ്, ഈ എക്സിറ്റ് പോൾ ഫലസൂചനകൾ അവിടെ BJPക്ക് അനുകൂലമാണ്. ആം ആദ്മി പാർട്ടി ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി അവരെ തൂത്തെറിയുന്നു ഡൽഹിയിലെ ജനങ്ങൾ എന്നതാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത്. അതിൽ ചില എക്സിറ്റ് പോളുകൾ അവിടെ കെജ്രിവാളിന് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. BJP 60 സീറ്റോളം നേടുമെന്ന് പറയുന്നു. അതല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്, അതിൽ നേരിയ മുൻതൂക്കമാണ് BJPക്ക് ഉള്ളത് എന്ന് ചില എക്സിറ്റ് പോളുകൾ പറയുന്നു. അങ്ങനെ വ്യത്യസ്ത സൂചനകൾ, വ്യത്യസ്ത കണക്കുകൾ നൽകുമ്പോഴും സൂചനകൾ BJPക്ക് അനുകൂലമാണ് എന്നതാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. വിനീത VG കൂടി ഡൽഹിയിലുണ്ട്. വിനീത, ഈ എക്സിറ്റ് പോൾ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ എന്താണ് ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പ്രതികരണം? ഇപ്പോൾ ഈ ചർച്ചകളിൽ, എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ AICC മാധ്യമ വക്താക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവരത് ബഹിഷ്കരിക്കുകയാണ്. ഓൾമോസ്റ്റ് അങ്ങനെയാണ് അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെയും BJPയുടെയും വക്താക്കളുടെ അല്ലെങ്കിൽ വാർ റൂം സ്പെഷ്യലിസ്റ്റുകളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ എക്സിറ്റ് പോൾ ഫലസൂചനകൾ വന്നതിന് ശേഷം? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അധികം വൈകാതെ തന്നെ BJPയുടെയും ആം ആദ്മി പാർട്ടിയുടെയും നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പിന്നീട് ഒരു അമ്പേ പരാജയമാവുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സർവേകളുടെ ഒക്കെ ഒരു പിന്നാലെ പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലോ അല്ലെങ്കിൽ പരസ്യ പ്രതികരണ
പ്രചരണങ്ങളിലേക്കോ പോകേണ്ടതില്ല എന്നും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഹരിയാന, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ തവണയും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള ചില ആരോപണങ്ങളും അവർ പറയുന്നുണ്ട്. കാരണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല, ഇത് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന ചില ആരോപണങ്ങളാണ് കോൺഗ്രസിന്റെ നേതാക്കളടക്കം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം ആം ആദ്മിയുടെയും BJPയുടെ നേതാക്കളുടെ പ്രതികരണം അധികം വൈകാതെ തന്നെ ഉണ്ടാകും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലും നേതാക്കളുടെ ഒരു പ്രതികരണം തേടിയ ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു BJPയും ആം ആദ്മിയും ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ലഭിച്ചിരിക്കുന്നത് BJPക്ക് അനുകൂലമാകും എന്നുള്ളത് തന്നെയാണ്. അതിൽ BJP 40 സീറ്റുകൾ വരെ നേടുമെന്നാണ് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ മാട്രിക്സ് അഭിപ്രായ സർവേ പറയുന്നത്. 43 സീറ്റ് വരെ BJP നേടുമെന്ന് ടൈംസ് നൗവിന്റെ സർവേ ഫലം പറയുന്നുണ്ട്. ഒപ്പം തന്നെ പീപ്പിൾസ് പൾസും BJPക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആം ആദ്മിക്ക് ഒരു വലിയ പരാജയം കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഏതാണ്ട് 10 മുതൽ 19 സീറ്റിൽ വരെ ആം ആദ്മി പാർട്ടി ഒതുങ്ങുമെന്നാണ് ആ സർവേയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 28 വർഷത്തിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് BJPയുടെ അധികാരം ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അധികവും പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും ലഭിക്കാതെ പോയ ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഏതാണ്ട് 0 മുതൽ 1 വരെ കോൺഗ്രസിന് സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ആശ്വാസകരമാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും ലഭിക്കാതെ പോയ പാർട്ടിക്ക് ഇത്തവണ ഒരു സീറ്റ് ലഭിക്കുന്നു എന്ന് പറയുന്നത് അത് ആശ്വാസകരം തന്നെയാണ്. ഈ പ്രചരണ വേളകളിലേക്കടക്കം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിരോധം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് തീർത്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 22 റാലികളാണ് പ്രമുഖ നേതാക്കളെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുക്കുന്ന, JP നദ്ദ അടക്കം പങ്കെടുക്കുന്ന മഹാറാലികളടക്കം, റോഡ് ഷോകളടക്കമാണ് ഡൽഹി നഗരത്തിൽ BJP കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കണ്ടിരുന്ന ചില പ്രചരണങ്ങൾ, ചില ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ ഇത്തവണ അത്തരം ആരോപണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ കെജ്രിവാളിന്റെ മദ്യനയ അഴിമതിയൊക്കെ നേരത്തെ തന്നെ BJP മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണെങ്കിലും അതൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് ആയുധമാക്കാൻ BJP നിന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് പകരമായി BJP മുന്നോട്ട് വെച്ചത് ഈ ഡൽഹിയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഡൽഹിയിലെ മലിനീകരണം, യമുന നദിയിലെ വിഷാംശം കലർന്ന എന്ന തരത്തിലുള്ള കെജ്രിവാളിന്റെ ആരോപണം, ഒപ്പം തന്നെ ഈ കെജ്രിവാളിന്റെ സൗജന്യ പദ്ധതികൾ, ഈ ഡൽഹിയിലെ ചേരികളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ, ഈ അതിൽ കെജ്രിവാളിന്റെ ആഡംബര ബംഗ്ലാവ് മോടി പിടിപ്പിക്കൽ അടക്കമുള്ള പരാമർശങ്ങളാണ് BJP നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ആദ്യഘട്ടത്തിലൊക്കെ വലിയ ശക്തിയേറിയ പ്രചരണം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലാതെ പോയൊരു സാഹചര്യമാണ് നമുക്ക് ഡൽഹിയിലെ ഈ പ്രചരണ വിവിധ മേഖലകളിൽ, വിവിധ മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് ഈ പ്രചരണത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി കോൺഗ്രസും ശക്തമായി റോഡ് ഷോകളടക്കം നടത്തി മുന്നോട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസും ആം ആദ്മിയും ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു ഘട്ടം, അതായത് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോഴും ഇരുവരും പല മണ്ഡലങ്ങളിലേക്കും മത്സരിക്കുമ്പോൾ അത് BJPക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യവും ചില മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഫലം അനുസരിച്ചാണ് എങ്കിൽ വിനീത, ഇപ്പോൾ വേറൊരു ഏജൻസിയുടെ കണക്ക് കൂടി വരുന്നുണ്ട്. അത് കുറച്ച് കൗതുകമുള്ളതാണ്. മൈൻഡ് ബ്രിങ്ക് എന്ന ഏജൻസിയാണ് അവിടെ ആദ്യമായി ആം ആദ്മി പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലമാണ് അവർ നൽകുന്നത്. 44 മുതൽ 49 സീറ്റുകളോടെ ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച ഉണ്ടാക്കുമെന്നാണ് അവർ പറയുന്നത്. BJP 21 മുതൽ 25 വരെ സീറ്റുകൾ BJP നേടുമെന്നാണ് മൈൻഡ് ബ്രിങ്ക് എന്ന ഏജൻസി പറയുന്നത്. അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു കേവല ഭൂരിപക്ഷത്തെ പറ്റി പ്രവചിക്കുന്ന ഇതുവരെ വന്നതിൽ ഇതുവരെ വന്ന ഏക എക്സിറ്റ് പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എക്സിറ്റ് പോളുകളൊക്കെ വ്യക്തമാക്കുന്നത് BJP ഒരു 39 മുതൽ ഒരു 47 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ 28 മുതൽ 30-35 സീറ്റുകൾ വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് പറയുന്നത്. അപ്പോൾ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി വളരെ കംഫർട്ടബിൾ മജോറിറ്റിയിൽ അധികാരത്തിലേക്ക് വരും, എന്ന് വെച്ചാൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ BJPക്ക് അനുകൂലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന വ്യത്യസ്ത ഫലങ്ങൾ, ഫലസൂചനകൾ, സീറ്റിലെ ഈ ഏറ്റക്കുറച്ചിലുകളൊക്കെ എക്സിറ്റ് പോളുകളുടെ കഴിഞ്ഞ കാലത്തെ പ്രത്യേകതകൾ തന്നെയാണ്. അത് ഇനിയും കൗണ്ടിംഗ് ഡേയിൽ മാത്രമേ അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഈ പ്രധാനപ്പെട്ട ഏജൻസികൾ നൽകുന്ന ഫലസൂചനകളാണ് നമ്മൾ ഇതിനോടകം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിൽ
വന്നതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും BJP അധികാരത്തിലേക്ക് മടങ്ങി വരും എന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു ഏജൻസി മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് പറയുന്നത്. ഏതാനും ചില എക്സിറ്റ് പോൾ ഫലസൂചനകൾ കൂടി വരാനുണ്ട്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരും. ഇതിനോടകം ഏതാണ്ട് ഡൽഹിയിലെ എക്സിറ്റ് പോളുകളിൽ പ്രധാനപ്പെട്ടതൊക്കെ വന്നു കഴിഞ്ഞു. 13 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലസൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവറേജ് പരിശോധിച്ചാൽ BJP ഒരു 37 മുതൽ ഒരു 46 സീറ്റുകൾ വരെ നേടുമെന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി ഒരു 28 മുതൽ 35 സീറ്റുകൾ വരെ നേടുമെന്നുള്ളതാണ്. കോൺഗ്രസിന് 0 മുതൽ 3 സീറ്റുകൾ വരെ എന്നുള്ളതാണ് ഒരു സൂചനയായി മുന്നോട്ട് വരുന്നത്. വി പ്രിസൈഡ് എന്നൊരു ഏജൻസിയുടെ ഫലസൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ABP ആണ് അത് നൽകുന്നത്. അതും ആം ആദ്മി പാർട്ടിക്ക് അവരുടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുകയാണ് വി പ്രിസൈഡ്. 2 ഏജൻസികൾ ഇതിനോടകം ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് പറയുന്നു. ബാക്കി 11-12 ഏജൻസികൾ BJP അധികാരത്തിലേക്ക് തിരികെ വരും എന്ന് പറയുന്നു. ഏതാണ്ട് 2.5 പതിറ്റാണ്ടിന് ശേഷം BJP അധികാരത്തിലേക്ക് വരുമെന്ന് പറയുന്നു. മറ്റു ചില ഏജൻസികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ ഡൽഹിയിൽ പോരാട്ടമുണ്ട് എന്നത് തന്നെയാണ് ഈ പല സൂചനകളും നൽകുന്നത്. സി ന്യൂസ് പോലെയുള്ള ചില ഏജൻസികൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഓരോ മണ്ഡലങ്ങൾ അനാലിസിസ് നടത്തി അവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു അന്തിമ കണക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ 70 സീറ്റുകളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെയൊക്കെ റിസൾട്ട് കൂടി അവർ ആ മട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലസൂചനകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ വന്ന എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJP ഭരണ അധികാരത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ 2 എക്സിറ്റ് പോളുകൾ അവിടെ ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം പറയുന്നു. ചിലത് ഇഞ്ചോടിഞ്ച് പോരാട്ടം പറയുന്നുണ്ട്. അപ്പോഴും അവിടെ കൃത്യതയാർന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ട്രെൻഡ് എന്നത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു 60-65% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നതാണ് വൈകുന്നേരം വരെ വന്ന 5 മണി 6 മണി വരെയുള്ള വന്ന അനൗദ്യോഗിക കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. വീണ്ടും ബൽറാം ആം ആദ്മി പാർട്ടി അവരുടെ ആത്മവിശ്വാസം വേണമെങ്കിൽ അവർക്ക് നിലനിർത്താവുന്ന 2 കണക്കുകൾ കൂടി വരുന്നുണ്ട്. അതിൽ 1-2 ഏതാണ്ട് 40-45 സീറ്റുകളോടെ ഭരണ തുടർച്ച ആപ്പിനുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ചിലത് ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്നുണ്ട്. മറ്റു ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJPയുടെ സാധ്യതയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ്, ഹരിയാന, മഹാരാഷ്ട്ര ഒക്കെ പോലെ എക്സിറ്റ് പോളുകളെ സംശയത്തോടെ നോക്കുന്നവർക്ക് ഇതാണ് ഇവരുടെ കണക്കെന്ന് വേണമെങ്കിൽ പറഞ്ഞ് പരിഹസിക്കാവുന്ന ഒരു സാധ്യതയും ഇവിടെ തുറന്നു വയ്ക്കുന്നുണ്ട്. ബൽറാം. വിജയകുമാർ, ഈ പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേകളെ പൂർണ്ണമായും തള്ളുകയാണ് ആം ആദ്മി പാർട്ടിയും. ആം ആദ്മി പാർട്ടി ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുമായി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേന്ദ്ര ബജറ്റ് ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ചുള്ള ബജറ്റ്, അതിൽ ഈ ആദായ നികുതി പരിധി ഉയർത്തിയതെല്ലാം ഏത് തരത്തിൽ ബാധിക്കും, അത് ഡൽഹിയെ ലക്ഷ്യം വെച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാരണം ഡൽഹിയിലെ ഇടത്തരക്കാർ സ്ഥിരമായി BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ആ വോട്ടുകൾ BJPക്ക് തന്നെ നിലനിർത്താനും അത് ഇത്തവണയും BJPക്ക് പോകാനും ഇത് ഇടയാക്കിയേക്കും. എന്നാൽ ആം ആദ്മി പാർട്ടി സ്വന്തം വോട്ട് ബാങ്കായി കണക്കാക്കുന്നത് ഡൽഹിയിലെ അതിസാധാരണക്കാർ, ചേരി നിവാസികൾ എന്നിവരെയാണ്. ആ വോട്ട് ബാങ്കിന് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല എന്നും സ്ത്രീ വോട്ടുകൾ ഇത്തവണയും തങ്ങളോടൊപ്പം ഉണ്ട് എന്നുമാണ് ആം ആദ്മി പാർട്ടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഒരു ആശങ്ക മാത്രമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. അത് ഡൽഹിയിലെ വോട്ടർ പട്ടിക പുതുക്കിയതുമായി ബന്ധപ്പെട്ടാണ്. തങ്ങളുടെ ഒരുപാട് വോട്ടുകൾ അത് ഒഴിവാക്കപ്പെട്ടു എന്നും കൂടാതെ കൂടുതൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് BJP മഹാരാഷ്ട്രയിലും സമാനമായി എന്നുമുള്ള ഒരു ആശങ്ക ആം ആദ്മി പാർട്ടി നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. അതിനെതിരെ ഒട്ടേറെ പരാതികൾ ആം ആദ്മി പാർട്ടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സാന്നിധ്യം ആം ആദ്മി പാർട്ടിയെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡൽഹിയിലെ ഒരു നിമിഷം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് സി ന്യൂസ് അവരുടെ എക്സിറ്റ് പോൾ ആണ്. അതിന്റെ റിസൾട്ട് ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആം ആദ്മി പാർട്ടി 33 മുതൽ 38 വരെ, BJP 31 മുതൽ 36 വരെ, കോൺഗ്രസിനും മറ്റുള്ളവർക്കും 0 to 2. അതാണ് അവരുടെ AI എക്സിറ്റ് പോൾ. അവിടെ പല മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെയും ആര് ജയിക്കുമെന്ന് കൂടി വിലയിരുത്തിയ ശേഷമാണ് അതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, യഥാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് എന്ന മട്ടിൽ തന്നെയാണ് അവർ അവതരിപ്പിക്കുന്നത്.
ആം ആദ്മി പാർട്ടിക്കും BJPക്കും തുല്യ സാധ്യത. രണ്ടുപേർക്കും കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്ന മട്ടിലാണ് ഈ ആം ആദ്മി ഈ സി ന്യൂസിന്റെ എക്സിറ്റ് പോൾ ഫലം. BJP 31 മുതൽ 36 വരെ, ഏതാണ്ട് അതേപോലെ തന്നെ 33 മുതൽ 38 വരെ ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റ് പരമാവധി കോൺഗ്രസിന് മറ്റുള്ളവർക്കും കിട്ടിയേക്കാം. 0 to 2 എന്ന മട്ടിലാണ്. 33, 38 ആം ആദ്മി പാർട്ടി, 31, 36 BJP, കോൺഗ്രസും മറ്റുള്ളവരും 0 to 2. ഇതാണ് സി ന്യൂസിന്റെ എക്സിറ്റ് പോൾ. വന്നതിൽ നമ്മൾ ഇനിയും അറിയാൻ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഏജൻസി, എക്സിറ്റ് പോൾ ഫലങ്ങൾ സാധാരണ നൽകാറുള്ള ഒരു വാർത്താ ചാനൽ, അവർ ഇത്തവണ സാധാരണ ഏജൻസികളുടെ സഹായത്തോടെ ചെയ്ത് ഇത്തവണ AI എക്സിറ്റ് പോൾ എന്നാണ് അവർ തന്നെ പറയുന്നത്. അതിന്റെ സൂചനകൾ കൂടിയാണ് വരുന്നത്. ബൽറാമിന് തുടരാം. വിജയകുമാർ, അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി തങ്ങളുടെ ആത്മവിശ്വാസം, തങ്ങളുടെ വോട്ടർമാരിലുള്ള ആത്മവിശ്വാസം നിലനിർത്തുകയാണ്. ആ വോട്ടിൽ കാര്യമായ ചോർച്ചയുണ്ടാകാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ സാന്നിധ്യം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡൽഹിയിലെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ 20ഓളം സീറ്റുകളിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്ന സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ തവണ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തവണ അത്തരത്തിൽ ഉണ്ടാക്കാതെ, അത്തരത്തിൽ പ്രചരണം പോലും നടത്താതെ BJP കൃത്യമായി ഭരണം എന്നുള്ളതാണ് ജനങ്ങൾക്ക് മുന്നിൽ വിലയിരുത്താനായി നൽകിയത്. ഈ പ്രചരണ ഘട്ടത്തിൽ കെജ്രിവാളിന്റെ നുണകൾ എന്നുള്ളത് തന്നെ, കെജ്രിവാളിന്റെ ശബ്ദ സന്ദേശത്തോടൊപ്പം നിലവിലുള്ള അവസ്ഥ എന്ത്, പണ്ട് കെജ്രിവാൾ പറഞ്ഞതെന്ത്, ഇപ്പോൾ പറയുന്നതെന്ത് തുടങ്ങിയവ പ്രചരണായുധമാക്കി, അത് ചേരികൾ തോറും പ്രചരണ വിഷയമാക്കി. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ ആഡംബര വസതി, ഡൽഹി മദ്യനയ അഴിമതി തുടങ്ങിയവ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. ചേരികളിലെ വോട്ടുകളെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമവും BJP അവസാന ഘട്ടങ്ങളിൽ നടത്തിയിരുന്നു. എന്നാൽ കെജ്രിവാൾ അതിനെ നേരിട്ടത് BJP അധികാരത്തിലെത്തിയാൽ ചേരി പൊളിക്കുമെന്നും ചേരികളിൽ തൊടാൻ തനിക്ക് ഭരണം ലഭിച്ചാൽ അനുവദിക്കില്ല എന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ഇത്തവണ നിർണ്ണയിക്കുക എന്നുള്ളത് ഡൽഹിയിലെ അതിസാധാരണക്കാരാകും എന്നുള്ളതാണ് നിലവിൽ ഉള്ള ഒരു സാഹചര്യം. പ്രത്യേകിച്ചും അവസാന ഘട്ടത്തിലേക്ക് പ്രചരണം എത്തിയ ഘട്ടത്തിൽ 2 വിഭാഗവും BJPയും ആം ആദ്മി പാർട്ടിയും ഈ ഡൽഹിയിലെ അതിസാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ വോട്ടുകൾ തങ്ങൾക്ക് ഒപ്പമാക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഒപ്പം തന്നെ ഒട്ടേറെ ഈ പ്രചരണ ഘട്ടത്തിലെല്ലാം മുൻപ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. പണം നൽകിയതായും പരസ്പരം പ്രവർത്തകരെയും നേതാക്കളെയും ആക്രമിച്ചതായുമുള്ള പരാതികൾ കഴിഞ്ഞ ദിവസം രാത്രി പോലും ഡൽഹി പോലീസിന് ലഭിക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കടുത്ത വീറും വാശിയും തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുണ്ടായി. ഈ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ BJPക്ക് അനുകൂലമാണ്. ഏതാണ്ട് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും അനുകൂലമാകുമ്പോഴും ആം ആദ്മി പാർട്ടി ആത്മവിശ്വാസം കൈവിടുന്നില്ല. BJP ആകട്ടെ ഈ എക്സിറ്റ് പോളുകൾക്ക് മേൽ വലിയൊരു വിജയം നേടിക്കൊണ്ട് 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരം പിടിക്കാമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ നിലനിൽപ്പ്, അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കുക, തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ്. അത് ഒരു സീറ്റ് ലഭിച്ചാൽ പോലും ആശ്വാസം. തങ്ങളില്ലാതെ ഒരു സർക്കാർ അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സീറ്റ് കിട്ടിയാൽ തന്നെ വലിയ നേട്ടം എന്നതാണ് ഇപ്പോഴത്തെ നിലയിൽ ഡൽഹിയിലെ സാഹചര്യം പറയാൻ കഴിയും. ഇപ്പോൾ BJP MP ഹർഷ് മൽഹോത്ര പറയുന്നു, ഡൽഹിയിൽ BJP സർക്കാർ രൂപീകരിക്കും. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയും ചേർന്ന് ജനങ്ങളെ വഞ്ചിച്ചു, അതിനുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. സന്ദീപ് ദീക്ഷിത് പറയുകയാണ്, അവിടെ ആം ആദ്മി പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് പറയുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തിരിച്ചടി ഉണ്ടായി എന്ന മട്ടിലാണ് BJPയുടെയും ഒരുപക്ഷെ കോൺഗ്രസിന്റെയും നേതാക്കളുടെയും ആദ്യ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോളുകൾ തള്ളുകയാണ്. അധികാരത്തിലേക്ക് വളരെ കംഫർട്ടബിൾ മജോറിറ്റിയിൽ അധികാരത്തിലേക്ക് തിരികെ എത്തും എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 8 സീറ്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന BJP ഒരു വലിയ മുന്നേറ്റം നടത്തുമെന്നത് ഇതുവരെ വന്ന ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പറയുന്ന സർവേകളും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഏകപക്ഷീയമായ 60%, 55% വോട്ട് എന്ന നിലയിൽ വളരെ പ്രതിപക്ഷമില്ലാതെ നിയമസഭയിൽ ആം ആദ്മി പാർട്ടി ഭരിച്ച സാഹചര്യത്തിന് വലിയ മാറ്റമുണ്ടാകുമെന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ ആകെ നൽകുന്ന സൂചന. ഭരണം ഒരുപക്ഷെ അവർക്ക് കിട്ടാതിരിക്കാം. അങ്ങനെയാണെങ്കിലും
നിയമസഭയിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകും എന്നൊരു സൂചന കൂടി ഈ എക്സിറ്റ് പോളുകളൊക്കെ വയ്ക്കുന്നുണ്ട്. ഡൽഹിയിൽ ആരുടെ ഭരണം, ഡൽഹിയിലേക്ക് അധികാരത്തിൽ എന്നതിൻ്റെ ഫലസൂചനകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ മണിക്കൂറിൽ പറയാവുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കേവല ഭൂരിപക്ഷത്തോടെ BJP ഏതാണ്ട് 23-24 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരും എന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറയുന്നു. എന്നാൽ 3 എക്സിറ്റ് പോളുകൾ അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പറയുന്നു. 2 എക്സിറ്റ് പോളുകൾ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട്. അതിൽ ആം ആദ്മി പാർട്ടിക്കും BJPക്കും തുല്യ സാധ്യത എന്നാണ് പറയുന്നത്. ചില സർവേകൾ മാത്രം കോൺഗ്രസിന് 1-2 സീറ്റ് കിട്ടും എന്ന് പറയുകയാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷം മറികടന്ന് മുന്നോട്ട് പോകാൻ BJPക്കും ആം ആദ്മി പാർട്ടിക്കും തുല്യ സാധ്യത കൽപ്പിക്കുന്നു എന്ന മട്ടിൽ പറയുന്ന സർവേകളും നമ്മളുടെ എക്സിറ്റ് പോളിൽ വരുന്നുണ്ട്. അപ്പോൾ ഫലസൂചനകൾ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസത്തെ ഒരു രാഷ്ട്രീയ കൗതുകം എന്നതിനപ്പുറത്തേക്ക് എക്സിറ്റ് പോളുകൾക്ക് വലിയ ഗൗരവം രാഷ്ട്രീയ വിദ്യാർത്ഥികളോ പൊളിറ്റിക്കൽ പണ്ഡിറ്റുകളോ നൽകുന്നില്ല എന്നത് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ യഥാർത്ഥ റിസൾട്ട് അറിയാൻ ശനിയാഴ്ച വരെ കാത്തിരിക്കണം. അതുവരെ കൂട്ടിയും കിഴിച്ചും മനക്കണക്കിൽ കേന്ദ്രീകരിക്കുകയാണ് ഡൽഹി. 70 സീറ്റേ ഉള്ളൂ ഡൽഹി നിയമസഭയിൽ. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം അവിടെയുണ്ട്. BJPയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കം കുറഞ്ഞ ജയം, അതിനുശേഷം ഹരിയാനയും മഹാരാഷ്ട്രയും ശക്തമായ ഭൂരിപക്ഷത്തോടെ നിലനിർത്തി ആ റാലി തുടരണമെങ്കിൽ ഡൽഹിയിൽ അധികാരത്തിലേക്ക് വരണം. അത് കേന്ദ്ര ഭരണത്തെ കുറെ കൂടി ബലപ്പെടുത്തുമെന്ന് കരുതുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഡൽഹി ഒരു പ്രസ്റ്റീജാണ്, നിലനിർത്തേ മതിയാവും, ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാകും. ആ പാർട്ടിയുടെ ഐഡന്റിറ്റി തന്നെ തകരുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നത് ശനിയാഴ്ച മാത്രമേ അറിയൂ. അതുവരെയുള്ള രാഷ്ട്രീയ കൗതുകമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ, ആ സൂചനകൾ നമ്മളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഏതാണ്ട് ഒരു 40-50 സീറ്റുകൾ എന്നതാണ് BJP, 30-40 സീറ്റുകൾ എന്നതാണ് ആം ആദ്മി. കോൺഗ്രസിന് 0-3 എന്നതാണ് എക്സിറ്റ് പോളുകളുടെ ആവറേജ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.